ക്യാമറയുടെ സപ്പോർട്ടും സെൻസേഴ്സും അതുപോലെ തന്നെ റഡാറിന്റെ സപ്പോർട്ടും കൂടിയാണ് ഈ ഒരു അഡാസ് ഫീച്ചർ വർക്ക് ചെയ്യുന്നത് പ്ലേസ് ചെയ്യുന്നത്. ഇതൊക്കെ ഒരു ഡ്രൈവ് മോഡ്സിനനുസരിച്ച് ഇതിന്റെ ഈ ഒരു പാറ്റേണും കാര്യങ്ങളൊക്കെ മാറും. ഓപ്പൺ സൺറൂഫ്. അത് ഭയങ്കര നാരോ ആയിട്ടുള്ള സ്ട്രിപ്പിലാണ് ഇവിടെ ടേണിംഗ് ഇൻഡിക്കേറ്റേഴ്സ് കാര്യങ്ങളൊക്കെ പ്ലേസ് ചെയ്തിരിക്കുന്നത്. ഡേ ടൈം റണ്ണിംഗ് ലൈറ്റും കാര്യങ്ങളൊക്കെ കണക്റ്റഡ് ആയിട്ടുള്ള DRLs ആണ് വന്നിരിക്കുന്നത്. കട്ട് അലോയ് വീൽസിന്റെ ഡിസൈനും കാര്യങ്ങളൊക്കെ കംപ്ലീറ്റ്ലി ചേഞ്ച് ആയിരിക്കുകയാണ്. കുറച്ചും കൂടി ഒരു പ്രീമിയം ഫിനിഷിലേക്കാണ് ഇതിന്റെ ഒരു ഇന്റീരിയർ ടെക്സ്ചർ കാര്യങ്ങളൊക്കെ എന്ത് വന്നാലും വന്നിരിക്കുന്നത്. ഇത് കൂടാതെ നമുക്ക് ഇവിടെ മലയാളം അവൈലബിൾ ആണ്. അതുപോലെ തന്നെ ഹെഡ് സ്പേസ് ആയാലും അത്യാവശ്യം ഒരു 1 ഹാൻഡിന്റെ ഒരു സ്പേസ് നമുക്ക് ഇവിടെ അവൈലബിൾ ആണ്. ഇതിന്റെ ഒരു ഹൈറ്റ് വന്നിരിക്കുന്നത് 1635 മില്ലിമീറ്റേഴ്സ് ആണ്. അതുപോലെ തന്നെ ഇതിന്റെ വീൽ ബേസ് വന്നിരിക്കുന്നത് 2610 മില്ലിമീറ്റർ ആണ്. ഹലോ നമസ്കാരം, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മൾ ഇന്ന് വന്നിരിക്കുന്നത് പുതിയ ഹുണ്ടായുടെ ക്രെറ്റ 2024 ഇറങ്ങിയ ഫേസ് ലിഫ്റ്റ് ആയിട്ടാണ്. ഒരുപാട് നാളത്തെ ഒരു കാത്തിരിപ്പായിരുന്നു. എനിക്ക് തോന്നുന്നു ഏകദേശം 2022 മുതൽ നമ്മൾ കാത്തിരിക്കുന്ന ഒരു വെഹിക്കിൾ തന്നെയായിരുന്നു. അങ്ങനെ ഫൈനലി 2024 ജാനുവരി 16 ആയിരുന്നു ഇതിന്റെ ഒഫീഷ്യൽ ലോഞ്ചും കാര്യങ്ങളൊക്കെ വന്നിരിക്കുന്നത്. നമ്മളിപ്പോൾ ഉള്ളത് KVR ഹുണ്ടായി കാലിക്കറ്റിന്റെ ഷോറൂമിലാണുള്ളത്. ഒരുപാട് മാറ്റങ്ങളായിട്ടാണ് പുതിയ ക്രെറ്റ വന്നിരിക്കുന്നത്. 2015 ഇതിന്റെ ഫസ്റ്റ് ജനറേഷൻ വന്നിട്ടുണ്ടായിരുന്നത്. സെക്കൻഡ് ജനറേഷൻ 2019 വന്നിട്ടുണ്ടായിരുന്നു. നമ്മുടെ കൂടെയുള്ളത് തേർഡ് ജനറേഷൻ ആണ്. ഒരുപാട് മാറ്റങ്ങളും കാര്യങ്ങളൊക്കെ ആയിട്ടാണ് പുതിയ ക്രെറ്റ വന്നിരിക്കുന്നത്. അതുപോലെ തന്നെ പുതിയ എഞ്ചിനും കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ട്. എല്ലാ കാര്യങ്ങളും നമുക്ക് ഡീറ്റെയിൽ നോക്കാം. അതുപോലെ തന്നെ ഈ വീഡിയോ കാണുന്ന എല്ലാവരും മാക്സിമം സപ്പോർട്ട് ചെയ്യുക. ഇനിയും ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ ശ്രമിക്കുക. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് കേൾക്കാം. ഇറ്റ്സ് റോളിംഗ്. ഡിസൈൻ വൈസ് നോക്കുകയാണെങ്കിൽ എനിക്ക് ഫസ്റ്റ് ഓർമ്മ വന്നത് ഹുണ്ടായുടെ ഒരു പാലസൈഡ് നിന്നുള്ള വെഹിക്കിൾസ് ആണ്. നമ്മൾ എബ്രോഡിലൊക്കെ ഒരുപാട് യൂസ് ചെയ്യുന്ന ഒരുപാട് സെയിൽ നടക്കുന്ന ഒരു വെഹിക്കിളാണ്. റീസെന്റ് നമ്മളൊരു സുഹൃത്ത്, ഓസ്ട്രേലിയയിലെ ഒരു സുഹൃത്ത് ഹുണ്ടായുടെ പാലസൈഡ് എടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിന്റെ വിഷ്വൽസും അതുപോലെ തന്നെ കുറച്ച് സ്റ്റിൽസ് ഒക്കെ കണ്ടപ്പോൾ എനിക്ക് പെട്ടെന്ന് അതുമായിട്ടൊരു സിമിലാരിറ്റി തോന്നിയ ഒരു ഡിസൈനാണിത്. കംപ്ലീറ്റ്ലി ആ ഒരു ഡിസൈൻ എന്ന് പറഞ്ഞില്ല, പക്ഷെ ഫ്രണ്ടിലൊക്കെ ഏകദേശം ആ ഒരു ഗ്രില്ലിന്റെ പോർഷനൊക്കെ ഏകദേശം ഒരു പാലസൈഡിന്റെ ഡിസൈനും കാര്യങ്ങളൊക്കെ ആയിട്ട് എനിക്ക് സിമിലാരിറ്റി തോന്നി. നിങ്ങൾക്ക് അതുപോലെ തോന്നുകയാണെങ്കിൽ തീർച്ചയായിട്ടും കമന്റ് ചെയ്യുക. ഫ്രണ്ട് പ്രൊഫൈലിലേക്ക് വരുമ്പോൾ ഒരുപാട് ഗംഭീരമായിട്ടുള്ള മാറ്റങ്ങളാണ് വന്നിരിക്കുന്നത്. എൻ്റെ ഇതിന്റെ ബോണറ്റ് നോക്കുകയാണെങ്കിലും പക്ക ഒരു ബോക്സി ടൈപ്പ് ഡിസൈനിലേക്കാണ് ഇതിന്റെ ബോണറ്റും കാര്യങ്ങളൊക്കെ വന്നിരിക്കുന്നത്. അതുപോലെ തന്നെ ഈ ഒരു ക്യാരക്ടർ ലൈൻസും കാര്യങ്ങളൊക്കെ ചെറിയൊരു വ്യത്യാസം കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ട്. പിന്നെ അതുപോലെ തന്നെ ഇതിന്റെ നമുക്ക് നോക്കാം, ഇതിന്റെ ഡേ ടൈം റണ്ണിംഗ് ലൈറ്റും കാര്യങ്ങളൊക്കെ കണക്റ്റഡ് ആയിട്ടുള്ള DRLs ആണ് വന്നിരിക്കുന്നത്. അതിന്റെ ഡിസൈൻ നോക്കുകയാണെങ്കിൽ നമുക്കൊരു ഇവിടെ ഒരു L ഷേപ്പ് പോലത്തെ ഒരു ഡിസൈനിലൊക്കെയാണ് ഇത് പ്ലേസ് ചെയ്തിരിക്കുന്നത്. ഇൻ ബിറ്റ്വീൻ ആയിട്ടാണ് ഇതിന്റെ ടേണിംഗ് ഇൻഡിക്കേറ്റേഴ്സ് കാര്യങ്ങളൊക്കെ ഒരു 3 ക്യൂബിക്സിലാണ് ആ ഒരു ടേണിംഗ് ഇൻഡിക്കേറ്റേഴ്സ് കാര്യങ്ങളൊക്കെ പ്ലേസ് ചെയ്തിരിക്കുന്നത്. അതിന്റെ ഡിസൈൻ വൈസും കൊള്ളാം. സെൻട്രൽ ആയിട്ട് നമുക്ക് കാണാം ഇതിന്റെ ഗ്രിൽ പോർഷൻ കാര്യങ്ങളൊക്കെ കംപ്ലീറ്റ്ലി ചേഞ്ച്ഡ് ആണ്. കാരണം ഇതിന്റെ ഒരു വിഡ്ത്ത് വൈസും കാര്യങ്ങളൊക്കെ നോക്കുകയാണെങ്കിൽ കുറച്ചും കൂടി ഒരു അഗ്രസീവ് ലുക്ക് അല്ലെങ്കിൽ കുറച്ചും കൂടി ഒരു വിഡ്ത്ത് കൂടിയ ഒരു ഡിസൈനിലാണ് വന്നിരിക്കുന്നത്. അതുപോലെ തന്നെ സെൻട്രൽ ആയിട്ട് നമുക്ക് ഹുണ്ടായുടെ പുതിയ ബാഡ്ജും കാര്യങ്ങളൊക്കെ കാണാം. സെൻട്രൽ ആയിട്ട് ക്യാമറ അവൈലബിൾ ആണ്. ഈ ക്യാമറ 360 ക്യാമറ അവൈലബിൾ. പിന്നെ അതുപോലെ തന്നെ തൊട്ട് താഴെയായിട്ട് നമുക്ക് ഇവിടെ ഒരു ബ്ലാക്ക് എലിമെന്റ് കാണാം. ഈ ഒരു ബ്ലാക്ക് എലിമെന്റിലാണ് നമുക്ക് ഇവിടെ ഈ ഒരു സെൻസേഴ്സ് കാര്യങ്ങളൊക്കെ ഫ്രണ്ടിലെ സെൻസേഴ്സ് കാര്യങ്ങളൊക്കെ പ്ലേസ് ചെയ്തിരിക്കുന്നത്. പിന്നെ അതുപോലെ തന്നെ ഇവിടെ കുറച്ച് ഈ ഒരു പിയാനോ ബ്ലാക്ക് ഫിനിഷും കാര്യങ്ങളൊക്കെ അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ അതിന്റെ ഒരു കോമ്പിനേഷൻ ആയിട്ടാണ് പ്ലേസ് ചെയ്തിട്ടുണ്ട്. ഇവിടേക്ക് വരുമ്പോൾ നമുക്ക് ഹെഡ് ലാമ്പ് യൂണിറ്റ് കാണാം. 4 ചേമ്പേഴ്സ് ആയിട്ടാണ് ഇതിന്റെ ഹൈ ബീം ലോ ബീം ഒക്കെ പ്ലേസ് ചെയ്തിരിക്കുന്നത്. ഈ ഒരു ഹെഡ് ലാമ്പ് യൂണിറ്റ് വന്നിരിക്കുന്നത് അതും ഒരു സ്ക്വയർ ഡിസൈനിലാണ്. അതുപോലെ തന്നെ ഇവിടെ ഫോഗ് ലാമ്പ് കാര്യങ്ങളൊന്നും പ്ലേസ് ചെയ്യേണ്ട റിക്വയർമെന്റ് വരുന്നില്ല. കാരണം ഈ ഒരു ഹെഡ് ലാമ്പ് യൂണിറ്റ് കംപ്ലീറ്റ്ലി താഴേക്കാണ് പ്ലേസ് ചെയ്തിരിക്കുന്നത്. ബ്ലാക്ക് എലിമെന്റ് കോമ്പിനേഷൻ ആയിട്ടാണ് ഈ ഒരു സൈഡിലേക്ക് വന്നിരിക്കുന്നത്. അതുപോലെ തന്നെ അത്യാവശ്യം നല്ലൊരു സ്കിഡ് പ്ലേറ്റ് കാര്യങ്ങളൊക്കെ ഇവിടെ പ്ലേസ് ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ എയർ ഡാമിന്റെ യൂണിറ്റ് ആയാലും അത്യാവശ്യം നല്ലൊരു സ്ക്വയർ ടൈപ്പിൽ തന്നെയാണ് ഈ എയർ ഡാമിന്റെ യൂണിറ്റും കാര്യങ്ങളൊക്കെ പ്ലേസ് ചെയ്തത്. നമ്മൾ സെൻട്രൽ ആയിട്ട് കാണുന്നത് തന്നെയാണ് അഡാസിന്റെ ഫീച്ചർ കാര്യങ്ങളൊക്കെ ഈ ഒരു വെഹിക്കിൾ അവൈലബിൾ ആണ്. ക്യാമറയുടെ സപ്പോർട്ടും സെൻസേഴ്സും അതുപോലെ തന്നെ റഡാറിന്റെ സപ്പോർട്ടും കൂടിയാണ് ഈ ഒരു അഡാസ് ഫീച്ചർ വർക്ക് ചെയ്യുന്നത്. ഈ ഒരു ബമ്പറിന്റെ യൂണിറ്റ് കാണുകയാണെങ്കിൽ ഒരു അലൂമിനിയം ഫിനിഷിലേക്കാണ് ഈ ഒരു ബമ്പർ യൂണിറ്റ് കാര്യങ്ങളൊക്കെ വന്നിരിക്കുന്നത്.
അപ്പോൾ ഫ്രണ്ടിന്റെ ഓവറോൾ ലുക്ക് വൈസ് നോക്കുകയാണെങ്കിൽ കംപ്ലീറ്റ്ലി ഒരു റീവർക്ഡ് ആയിട്ടുള്ള ഒരു ഡിസൈൻ തന്നെയാണ് വന്നിരിക്കുന്നത്. പുതിയ 2024 ക്രെറ്റയുടെ ഡിസൈൻ വൈസ് നോക്കുകയാണെങ്കിൽ നമുക്കൊന്നും പറയാനുള്ള അത്രയും ഗംഭീരമായിട്ടുള്ള ഡിസൈൻ തന്നെയാണ് പുതിയ ക്രെറ്റയുടെ ഫേസ് ലിഫ്റ്റ് വന്നിരിക്കുന്നത്. ഇനി നമുക്ക് ഇതിന്റെ സൈഡ് പ്രൊഫൈലിലേക്ക് വരാം. ഈ ഒരു സൈഡ് പ്രൊഫൈലിലേക്ക് വരുമ്പോൾ മെയിൻ ആയിട്ടുള്ള ചേഞ്ചസ് വന്നിരിക്കുന്നത് ഇതിന്റെ അലോയ് വീൽസിലാണ്. ഡയമണ്ട് കട്ട് അലോയ് വീൽസിന്റെ ഡിസൈനും കാര്യങ്ങളൊക്കെ കംപ്ലീറ്റ്ലി ചേഞ്ച് ആയിരിക്കുകയാണ്. അതുപോലെ തന്നെ നമുക്ക് ഇവിടെ കാണാം ഈ ഒരു വീലാർസ് കാര്യങ്ങളൊക്കെ ഒരു കുറച്ചും കൂടി ഒരു പ്രൊജക്ട് ചെയ്തിട്ടുള്ള ഒരു വീലാർസ് കാര്യങ്ങളൊക്കെയാണ് വന്നിരിക്കുന്നത്. പിന്നെ അതുപോലെ തന്നെ ഇതിന്റെ സെന്ററിലേക്ക് വരുന്നത് നമുക്ക് ഇവിടെ കാണാം ORVMന്റെ കാര്യങ്ങളൊക്കെ. അതുപോലെ തന്നെ ഇതിലുള്ള ടേണിംഗ് ഇൻഡിക്കേറ്റേഴ്സിന്റെ കാര്യങ്ങളൊക്കെ 360യുടെ ഒരു ക്യാമറ ഇവിടെ പ്ലേസ് ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഡോർ ഹാൻഡിൽസ് വരുന്ന ക്രോം ഫിനിഷിലുള്ള ഡോർ ഹാൻഡിൽസ് കാര്യങ്ങളൊക്കെയാണ് ഇവിടെ പ്ലേസ് ചെയ്തിരിക്കുന്നത്. പിന്നെ അതുപോലെ തന്നെ ടയേഴ്സ് നോക്കുകയാണെങ്കിൽ 17 ഇഞ്ചിന്റെ ടയേഴ്സ് ആണ് പ്രൊവൈഡ് ചെയ്തിരിക്കുന്നത്. ഫ്രണ്ടിലും റിയറിലും എല്ലാം 17 ഇഞ്ചിന്റെ ടയേഴ്സ് ആണ്. അതിന്റെ പ്രൊഫൈൽ വന്നിരിക്കുന്നത് 215/60 ആണ് പ്രൊഫൈൽ വന്നിരിക്കുന്നത്. അതുപോലെ തന്നെ ഫ്രണ്ടിലും റിയറിലും ഡിസ്ക് ബ്രേക്ക് അവൈലബിൾ ആണ്. അതും അത്യാവശ്യം നല്ലൊരു ഫീച്ചർ തന്നെയാണ്. അതുപോലെ തന്നെ നമുക്ക് ഇവിടെ കാണാൻ ഒരു സിൽവർ ഫിനിഷോട് കൂടി ഒരു പ്ലേസ് കാര്യങ്ങളൊക്കെയാണ് ഇവിടെ വന്നിരിക്കുന്നത്. അതിമനോഹരമായ ഒരു റൂഫ് റെയിലും പ്ലേസ് ചെയ്തിട്ടുണ്ട്. അതും സെയിം കളർ തന്നെയാണ് വന്നിരിക്കുന്നത്. ഇവിടെ നമുക്ക് ചെറിയൊരു പോർഷനിൽ നമുക്ക് ഇവിടെ ഒരു പിയാനോ ബ്ലാക്ക് എലിമെന്റ് കാണാം. അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് ഈ ഒരു സൈഡ് പ്രൊഫൈലിലേക്ക് വരുന്നത്. ഇനി നമുക്ക് ഇതിന്റെ റിയറിലേക്ക് വരാം. നമുക്ക് ഇതിന്റെ റിയർ പ്രൊഫൈലിലേക്ക് വരുമ്പോൾ ഒരുപാട് മാറ്റങ്ങൾ കാണാം. യൂഷ്വൽ ആയിട്ടുള്ള നമുക്ക് ഷാർഫിൻ ആന്റിന, അതുപോലെ തന്നെ സ്പോയിലർ യൂണിറ്റ്, ഹൈ ബീം ആയിട്ടുള്ള സ്റ്റോപ്പ് ലൈറ്റ്, ഇതൊന്നും കൂടാതെ നമുക്ക് ഇവിടെ കാണാം ടെയിൽ ലൈറ്റ്, കണക്റ്റഡ് ആയിട്ടുള്ള ടെയിൽ ലൈറ്റ് ആണ് പ്ലേസ് ചെയ്തിരിക്കുന്നത്. അതിമനോഹരമായിട്ടൊരു ഡിസൈൻ തന്നെയാണ് അത് വന്നിരിക്കുന്നത്. അതുപോലെ തന്നെ നമുക്ക് ഇവിടെ കാണാം ടേണിംഗ് ഇൻഡിക്കേറ്റേഴ്സിന്റെ, അത് ഭയങ്കര നാരോ ആയിട്ടുള്ള സ്ട്രിപ്പിലാണ് ഇവിടെ ടേണിംഗ് ഇൻഡിക്കേറ്റേഴ്സ് കാര്യങ്ങളൊക്കെ പ്ലേസ് ചെയ്തിരിക്കുന്നത്. പിന്നെ നമുക്ക് ആസ് യൂഷ്വൽ ആയിട്ട് നമുക്ക് ഒരു പിയാനോ ബ്ലാക്ക് ഫിനിഷിലും അതുപോലെ തന്നെ അതിന്റെ സെൻട്രലായിട്ടാണ് ഹുണ്ടായിന്റെ പുതിയ ബാഡ്ജിങ് കാര്യങ്ങളൊക്കെ പ്ലേസ് ചെയ്തിരിക്കുന്നത്. ക്രെറ്റയുടെ ബാഡ്ജിങ് കാണാം. അതുപോലെ തന്നെ വേരിയന്റ് ഏതാണുള്ള SXന്റെ ബാഡ്ജിങ് കാര്യങ്ങളൊക്കെ കാണാം. ഇതുകൂടാതെ നമുക്ക് നേരെ താഴേക്ക് നോക്കുകയാണെങ്കിൽ നമുക്ക് ഇവിടെ കാണാം ഒരു സ്കിഡ് പ്ലേറ്റ് കാണാം. അലൂമിനിയം ഫിനിഷോട് കൂടിയ ഒരു സ്കിഡ് പ്ലേറ്റ്. സെൻട്രലായിട്ട് തന്നെ കാണുന്നതാണ് റിവേഴ്സ് ലൈറ്റ്. റിവേഴ്സ് ലൈറ്റ് സൈഡിലുള്ളത് നേരെ സെൻട്രലിലേക്ക് പ്ലേസ് ചെയ്തിരിക്കുകയാണ്. അത് നല്ലൊരു ഫീച്ചർ തന്നെയാണ്. അതുപോലെ തന്നെ ഈ ഒരു ബ്ലാക്ക് എലിമെന്റ്സിൽ നമുക്ക് കാണാം ഇവിടെ സെൻസേഴ്സ് കാര്യങ്ങളൊക്കെ, റിയലുള്ള സെൻസേഴ്സ് കാര്യങ്ങളൊക്കെ ഈ ഒരു ബ്ലാക്ക് എലിമെന്റ്സിൽ പ്ലേസ് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിന്റെ ബൂട്ട് സ്പേസ് കാര്യങ്ങളൊക്കെ നോക്കാം. ബൂട്ട് സ്പേസ് നോക്കുകയാണെങ്കിൽ നമുക്ക് കാണാം അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ ഒരു ബൂട്ട് സ്പേസ് അവൈലബിൾ ആണ്. 433 ലിറ്റർ ആണ് പുതിയ ക്രെറ്റയുടെ ബൂട്ട് സ്പേസ് വന്നിരിക്കുന്നത്. പിന്നെ അതുപോലെ തന്നെ നല്ലൊരു പാർസൽ ട്രേ അവൈലബിൾ ആണ്. ഇന്റീരിയർ ഇതിന്റെ ഉള്ളിലായിട്ട് തന്നെ നല്ലൊരു ലൈറ്റ് പ്ലേസ് ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഒരു സബ് വൂഫർ, ബോസിന്റെ സബ് വൂഫർ അവൈലബിൾ ആണ്. പിന്നെ നമുക്ക് ഇതിന്റെ ഉള്ളിലാണ് ഈ ഒരു സ്പെയർ വീല് കാര്യങ്ങളൊക്കെ പ്ലേസ് ചെയ്തിരിക്കുന്നത്. സ്പെയർ വീലിന്റെ സൈസ് വന്നിരിക്കുന്നത് 16 ഇഞ്ചാണ്. നോർമൽ ടയേഴ്സിനെക്കാട്ടും 1 ഇഞ്ച് കുറഞ്ഞ ഒരു സ്പെയർ വീലാണ് പ്ലേസ് ചെയ്തിരിക്കുന്നത്. അതുപോലെ തന്നെ ടൂൾസും കാര്യങ്ങളൊക്കെ പ്ലേസ് ചെയ്യാനുള്ള സ്പേസും കാര്യങ്ങളൊക്കെ അവൈലബിൾ ആണ്. പിന്നെ നമുക്ക് ഇതിന്റെ സീറ്റ് ആയാലും റിയറിലേക്ക് വരുന്ന സീറ്റ് നമുക്ക് ഒരു 60-40 സ്പ്ലിറ്റ് ചെയ്യാനുള്ള ഓപ്ഷനും കാര്യങ്ങളൊക്കെ അവൈലബിൾ ആണ്. അപ്പോൾ ഇത്രയും ഡീറ്റെയിൽസ് ആണ് ഇതിന്റെ റിയറിലേക്ക് വരുമ്പോൾ നമുക്ക് മനസ്സിലായത്. പിന്നെ അതുപോലെ തന്നെ ഇതിന്റെ സെൻട്രലായിട്ട് തന്നെ റിവേഴ്സ് ക്യാമറ കാര്യങ്ങളൊക്കെ ഉണ്ട്. 360 ക്യാമറ അവൈലബിൾ ആണ്. അപ്പോൾ ഇനി നമുക്ക് ഇതിന്റെ ഇന്റീരിയറിലേക്ക് കിടക്കാം. ഇന്റീരിയറിലേക്ക് വരുമ്പോൾ നമുക്ക് ഇവിടെ ഒരുപാട് മാറ്റങ്ങൾ കാണാം. ഈ ഒരു ടെക്സ്ചർ ആയാലും, കാരണം ഇത് വരുന്നത് ഫൈബർ ആണ്. ഈ ഒരു ഫൈബർ യൂണിറ്റ് ആണ് ഇവിടെ വന്നിരിക്കുന്നത്. ഇത് പ്രോപ്പർ ഒരു ലെതർ ഫിനിഷിലാണ് വന്നിരിക്കുന്നത്. നമുക്കിവിടെ ബോസിന്റെ ഒരു സ്പീക്കർ യൂണിറ്റ് ഇവിടെ നമുക്ക് ഇവിടെ കാണാം. അതുപോലെ തന്നെ ഇവിടെ ഒരുപാട് വിൻഡോസിന്റെ കൺട്രോളിങ്സും കാര്യങ്ങളും, മിറേഴ്സിന്റെ ORVMന്റെ കൺട്രോളിങ്സും കാര്യങ്ങളൊക്കെയാണ് ഇവിടെ പ്ലേസ് ചെയ്തിരിക്കുന്നത്. പിന്നെ ഡോർ ഹാൻഡിൽസ് ആണെങ്കിൽ ഒരു അലൂമിനിയം ഫിനിഷോട് കൂടിയ ഡോർ ഹാൻഡിൽസ് കാര്യങ്ങളൊക്കെ പ്ലേസ് ചെയ്തിട്ടുണ്ട്. സീറ്റ് നോക്കുകയാണെങ്കിൽ നമുക്ക് ഇവിടെ ഇലക്ട്രിക്കൽ അഡ്ജസ്റ്റബിൾ ആണ് സീറ്റും കാര്യങ്ങളൊക്കെ വന്നിരിക്കുന്നത്. ഇലക്ട്രിക്കൽ അഡ്ജസ്റ്റബിൾ ആയിട്ടുള്ള സീറ്റും കാര്യങ്ങളൊക്കെയാണ്. ഇതിന്റെ ഈ ഒരു ടെക്സ്ചർ ആയിട്ടുള്ള ഒരു ബ്രൗണും അതുപോലെ തന്നെ ഒരു വൈറ്റ് ഫിനിഷോട് കൂടിയ ഒരു ടെക്സ്ചർ കാര്യങ്ങളൊക്കെയാണ്. അത്യാവശ്യം നല്ലൊരു ലെതർ ഫിനിഷോട് കൂടിയ ഒരു മെറ്റീരിയൽ തന്നെയാണ് യൂസ് ചെയ്തിരിക്കുന്നത്. ഈവൻ സ്റ്റിച്ചസ് ആയാലും നല്ല അടിപൊളിയായിട്ടുള്ള സ്റ്റിച്ചസും കാര്യങ്ങളൊക്കെയാണ് വന്നിരിക്കുന്നത്. 2 സീറ്റും ഫ്രണ്ടിലെ 2 സീറ്റും വെന്റിലേറ്റഡ് സീറ്റ്സ് ആണ്. അതും അത്യാവശ്യം നല്ലൊരു ഫീച്ചർ തന്നെയാണ്. നമുക്ക് ഇതിന്റെ ഇന്റീരിയറിലേക്ക് കിടക്കുമ്പോൾ അത്യാവശ്യം നല്ലൊരു പ്രീമിയം ലുക്ക്, കുറച്ചും കൂടി ഒരു പ്രീമിയം ഫിനിഷിലേക്കാണ് ഇതിന്റെ ഒരു ഇന്റീരിയർ ടെക്സ്ചർ കാര്യങ്ങളൊക്കെ എന്ത് വന്നാലും വന്നിരിക്കുന്നത്. ഇവിടുത്തെ ഈ ഒരു ടെക്സ്ചർ ആയാലും അത്യാവശ്യം നല്ലൊരു ക്വാളിറ്റി ഉള്ള ഫീൽ ചെയ്യുന്നുണ്ട് നമുക്ക്. അതുപോലെ തന്നെ ഈ ഒരു പിയാനോ ബ്ലാക്ക് ഫിനിഷിലാണ് നമ്മൾ AC വെന്റ്സും കാര്യങ്ങളൊക്കെ കൊടുത്തിരിക്കുന്നത്. നമുക്ക് അതിന്റെ തൊട്ട് താഴെയായിട്ട് തന്നെ ഗ്ലോ ബോക്സ് കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ട്. അത്യാവശ്യം സ്റ്റോർ ചെയ്യാൻ പറ്റിയ സ്പേസ് ആണ്. പിന്നെ ഇവിടെ ചെറിയൊരു സ്റ്റോറേജ് സ്പേസ് കാര്യങ്ങളൊക്കെ പ്ലേസ് ചെയ്തിട്ടുണ്ട്. സെൻട്രലായിട്ട് നമുക്കൊരു സ്പീക്കറാണ്, ബോസിന്റെ സ്പീക്കർ യൂണിറ്റ് ആണ് വന്നിരിക്കുന്നത്. 8 സ്പീക്കേഴ്സ് അവൈലബിൾ ആണ് ഈ ഒരു പുതിയ ക്രെറ്റയിൽ. 8 സ്പീക്കേഴ്സ് ആണ്. സൈഡിൽ 6 ഫ്രണ്ടിൽ 1, റിയറിൽ 1, അങ്ങനെ മൊത്തം 8 സ്പീക്കേഴ്സ് അവൈലബിൾ ആണ്. പിന്നെ ഏറ്റവും
പ്രധാനമായിട്ടുള്ള ചേഞ്ച് ആണ് 10.25ന്റെ 2 സ്ക്രീൻസ് ആണ് വന്നിരിക്കുന്നത്. രണ്ടും കൂടി സിംഗിൾ ആയിട്ടുള്ള ഒരു കണക്റ്റഡ് ആയിട്ടുള്ള സ്ക്രീൻസ് അവൈലബിൾ ആണ്. അതിൽ നമുക്ക് ഒരുപാട് ഫീച്ചേഴ്സ് അവൈലബിൾ ആണ്. ടെക് കാര്യങ്ങളൊക്കെ ആയിട്ടുള്ള ഒരുപാട് അഡീഷണൽ ഫീച്ചേഴ്സ് കാര്യങ്ങളൊക്കെ അവൈലബിൾ ആണ്. പിന്നെ നമുക്ക് കാണാം ഇവിടുത്തെ ഈ ഒരു ക്ലസ്റ്റർ നോക്കിയാൽ തന്നെ അറിയാം, അതിന്റെ ആ ഒരു ഇൻസ്ട്രുമെന്റ് ക്ലസ്റ്റർ ആയാൽ പോലും അതിന്റെ ആ ഒരു ഡിസൈനും എല്ലാം നല്ല രീതിയിൽ തന്നെ പ്ലേസ് ചെയ്യുന്നത്. ഇതൊക്കെ ഒരു ഡ്രൈ മോഡ്സിനനുസരിച്ച് ഇതിന്റെ ഈ ഒരു പാറ്റേണും കാര്യങ്ങളൊക്കെ മാറും. നമുക്കിവിടെ ഡ്രൈ മോഡ് ചേഞ്ച് ചെയ്യുന്നതനുസരിച്ച് ഇപ്പൊ എക്കോയിലാണ് ഞാനിപ്പോൾ പ്ലേസ് ചെയ്തിരിക്കുന്നത്. എക്കോയിലേക്ക് വരുമ്പോൾ ഒരു ബ്ലൂ തീം ആയിരിക്കും വരിക. ഇതിപ്പോ ഒരു സ്പോട്ടിലേക്കാണ്. സ്പോട്ടിലേക്ക് വരുമ്പോൾ ഏകദേശം ഒരു ഓറഞ്ച് റെഡ് ആ ഒരു കോമ്പിനേഷനിലുള്ള ഒരു തീമാണ് വരുന്നത്. പിന്നെ നമുക്ക് നോർമൽ ആയിട്ടുള്ള ഒരു തീം, നോർമൽ മോഡിലേക്ക് വരുമ്പോഴാണ് ഈ ഒരു തീമിലേക്ക് വരുന്നത്. തീമും കാര്യങ്ങളൊക്കെ ചേഞ്ച് ആകുന്നുണ്ട്. അതുപോലെ തന്നെ ഈ ഒരു ഡിസൈൻ വൈസ് ആണെങ്കിൽ ഈ ഒരു ക്ലസ്റ്ററിന്റെ ഡിസൈനും കാര്യങ്ങളൊക്കെ കൊള്ളാം. പിന്നെ നമുക്ക് ഒരുപാട് ഫീച്ചേഴ്സ് അവൈലബിൾ ആണ്. ട്രിപ്പ് മീറ്റേഴ്സ് അവൈലബിൾ ആണ്, ഡിസ്റ്റൻസ് ടു എംപ്റ്റി, അങ്ങനെ ഒരുപാട് ഫീച്ചേഴ്സ് കാര്യങ്ങളൊക്കെ അവൈലബിൾ ആണ്. അതുപോലെ തന്നെ ഈ ഒരു ഇൻഫോർടൈൻമെന്റ് നോക്കുകയാണെങ്കിൽ ഒരുപാട് ഫീച്ചേഴ്സ് അവൈലബിൾ ആണ്. നമുക്ക് ആപ്പിൾ കാർപ്ലേ, ആൻഡ്രോയിഡ് ഓട്ടോ എല്ലാ ഫീച്ചേഴ്സ് അവൈലബിൾ ആണ്. പിന്നെ അതുകൂടാതെ ഒരുപാട് ഫീച്ചേഴ്സ് അവൈലബിൾ ആണ്. കാരണം നമുക്ക് അറിയാം ഹുണ്ടായിൽ വരുന്ന ബ്ലൂ ലിങ്ക് പോലത്തെ കണക്ടിവിറ്റി, അങ്ങനത്തെ ഒരുപാട് ഫീച്ചേഴ്സ് തന്നെ ഇതിൽ അവൈലബിൾ ആണ്. ഇതിൽ തന്നെ ഇൻഫോർടൈൻമെന്റ് സിസ്റ്റത്തിൽ നമുക്ക് ഇതിൽ തന്നെ ഒരുപാട് വെഹിക്കിൾസിന്റെ ഡീറ്റെയിൽസ് വേണമെങ്കിൽ നമുക്ക് വെഹിക്കിൾസിന്റെ ഡീറ്റെയിൽസ് വെക്കും, ഡ്രൈവർ അസിസ്റ്റൻസ് കാര്യങ്ങളൊക്കെ, പിന്നെ ക്ലസ്റ്റർ, ക്ലൈമറ്റ്, അതുപോലെ തന്നെ ലൈറ്റിംഗ് കൺട്രോളിങ്സ്. പിന്നെ നാവിഗേഷൻ നോക്കുകയാണെങ്കിൽ നമുക്ക് നാവിഗേഷൻസിന്റെ റിലേറ്റ് ചെയ്തിട്ടുള്ള ഒരുപാട് ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ അതിലുണ്ട്. സൗണ്ടിൻ്റെ ഞാൻ നേരത്തെ പറഞ്ഞു, നമുക്ക് ബോസിൻ്റെ സൗണ്ട് സ്പീക്കർ കാര്യങ്ങളൊക്കെ അവൈലബിൾ ആണെന്നുള്ളത്. അതിൻ്റെ ഓരോ സെറ്റിങ്സ് കാര്യങ്ങൾ നമുക്ക് അതിൻ്റെ കൺട്രോൾ ചെയ്യാൻ പറ്റും. പിന്നെ നമുക്ക് ബ്ലൂടൂത്ത് പോലത്തെ കണക്ടിവിറ്റി കാര്യങ്ങളൊക്കെ തന്നെ, ഡിവൈസ് കൺട്രോളിങ്, യൂസർ പ്രൊഫൈൽ ക്രിയേറ്റ് ചെയ്യുക, വോയിസ് റെക്കഗ്നൈസേഷൻ. നമുക്ക് ഇതിൽ ഒരുപാട് വോയിസ് കമൻറ്റ് കാര്യങ്ങളൊക്കെ ഇതിൽ എടുക്കുന്നുണ്ടെന്ന് പറഞ്ഞായിരുന്നു. പിന്നെ ക്യാമറേൻ്റെ സെറ്റിങ്സ് കാര്യങ്ങളൊക്കെ ഇതിൽ അവൈലബിൾ ആണ്. ബ്ലൂ ലിങ്കിൻ്റെ കണക്ടിവിറ്റി കാര്യങ്ങളൊക്കെ. ജനറലിലേക്ക് പോവുകയാണെങ്കിൽ നമുക്ക് ഇതിൻ്റെ വേർഷൻ കാര്യങ്ങൾ, സിസ്റ്റം ഇൻഫോർമേഷൻ, ഡേറ്റ്, ലാംഗ്വേജ് കാര്യങ്ങൾ, ഒരുപാട് ലാംഗ്വേജസ് അവൈലബിൾ ആണ്. ഇംഗ്ലീഷ്, ഹിന്ദി, മറാഠി, അങ്ങനെ ഒരുപാട് ലാംഗ്വേജസ് അവൈലബിൾ ആണ്. ഇത് കൂടാതെ നമുക്കിതാ ഇവിടെ മലയാളം അവൈലബിൾ ആണ്. ഇത് സെയിം ഫീച്ചേഴ്സ് തന്നെ ഈ ഒരു നമ്മൾ ഇതിൻ്റെ മുന്നേ ചെയ്ത ഹുണ്ടായുടെ എക്സ്റ്ററിലും അവൈലബിൾ ആയിരുന്നു. മ്യൂസിക് സിസ്റ്റം കാര്യങ്ങളൊക്കെ അത്യാവശ്യം നല്ല അടിപൊളി മ്യൂസിക് സിസ്റ്റം. കാരണം ബോസിന്റെ സ്പീക്കേഴ്സും കാര്യങ്ങളൊക്കെയാണ് യൂസ് ചെയ്തിരിക്കുന്നത്. അത്യാവശ്യം നല്ല ക്വാളിറ്റി ഉള്ള സ്പീക്കേഴ്സ് തന്നെയാണ്. പിന്നെ ഇതിന്റെ സെൻട്രലായിട്ട് നമുക്ക് AC വെന്റ്സ് കാര്യങ്ങളൊക്കെ കാണാം. ഈ ഒരു യൂണിറ്റ് ആണ് ഡ്യുവൽ സോൺ ACന്റെ കൺട്രോളിങ്സും കാര്യങ്ങളൊക്കെയാണ് ഇവിടെ ഫുൾ പ്ലേസ് ചെയ്തിരിക്കുന്നത്. പിന്നെ അതിന്റെ തൊട്ട് താഴേക്ക് വരികയാണെങ്കിൽ നമുക്ക് ഇവിടെ കാണാം ചാർജിങ് യൂണിറ്റ്, 12 വോൾട്ടിന്റെ ചാർജിങ് യൂണിറ്റ് ഉണ്ട്. അതുപോലെ തന്നെ ഒരു നോർമൽ USB പോർട്ടിന്റെ ഒരു Type C ചാർജിങ് യൂണിറ്റ് ഉണ്ട്. നമുക്ക് ഈ ഒരു ഫോൺ വെക്കാനുള്ള ഒരു സ്പേസും കാര്യങ്ങളൊക്കെ അവൈലബിൾ ആണ്. പിന്നെ ഇതൊരു ഓട്ടോമാറ്റിക് ആയതുകൊണ്ട് ഓട്ടോമാറ്റിക്കിന്റെ ഗിയർ നോബ് കാര്യങ്ങളൊക്കെയാണ് ഇതിന്റെ വലുത്. ഇവിടെ ഡ്രൈവ് ഓപ്ഷൻ കാര്യങ്ങളൊക്കെ സെലക്ട് ചെയ്യാനുണ്ട്. അതുപോലെ തന്നെ പാർക്കിങ്ങും ഓട്ടോ ഹോൾഡിംഗ് കാര്യങ്ങളും. വെന്റിലേറ്റഡ് സീറ്റ്സ് ആണ് നേരത്തെ പറഞ്ഞു. അതുപോലെ തന്നെ വെന്റിലേറ്റഡ് സീറ്റ്സിന്റെ ഈ ഒരു ഫീച്ചറാണ് ഇവിടെ നമുക്ക് കൺട്രോൾ ചെയ്യാം. അതുപോലെ തന്നെ 360 ക്യാമറ, ഈ ഒരു 360 ക്യാമറ നമുക്ക് ഇവിടെ തന്നെ കൺട്രോൾ ചെയ്യാൻ പറ്റുന്നുണ്ട്. നമുക്ക് ഓരോ വ്യൂസ് തന്നെ നമുക്ക് ഇവിടെ സെലക്ട് ചെയ്യാൻ പറ്റും. പിന്നെ ഇതിലേക്ക് വരികയാണെങ്കിൽ നമുക്ക് ഇവിടെ ആണ് SOSന്റെ ഫീച്ചേഴ്സ്, അതുപോലെ തന്നെ ഡേ നൈറ്റ് ഓട്ടോമാറ്റിക് അഡ്ജസ്റ്റബിൾ ആയിട്ടുള്ള IRVM കാര്യങ്ങളൊക്കെയാണ് ഇതിൽ വന്നിരിക്കുന്നത്. പിന്നെ നമുക്കിവിടെ എഞ്ചിൻ സ്റ്റാർട്ട് സ്റ്റോപ്പിന്റെ ഒരു സ്വിച്ച് ഇവിടെ പ്ലേസ് ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഹെഡ്ലാമ്പിന്റെ കൺട്രോളിങ്സും കാര്യങ്ങളൊക്കെ ഈ ഒരു സൈഡിലാണ് വന്നിരിക്കുന്നത്. അതുപോലെ നമുക്ക് ഇവിടെ അത്യാവശ്യം നല്ലൊരു പനോരമിക് സൺറൂഫ് അവൈലബിൾ ആണ്. എല്ലാം 1 ടച്ച് തന്നെയാണ്. നമുക്ക് ഇവിടെ 1 ടച്ച് ഈ ഒരു കൺട്രോളിങ്സ് തന്നെ നമുക്ക് പനോരമിക് സൺറൂഫ് കാര്യങ്ങളൊക്കെ ഓപ്പൺ ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്. അത്യാവശ്യം നല്ല വിസിബിലിറ്റി തന്നെ കിട്ടുന്നുണ്ട്. റെയറിൽ ഇരിക്കുകയാണെങ്കിൽ പോലും അത്യാവശ്യം നല്ല വിസിബിൾ ആയിട്ടുള്ള നമുക്ക് ഈ ഒരു സൺറൂഫ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. പിന്നെ അതുപോലെ തന്നെ ഇതിന്റെ ഓപ്പണിംഗ് ക്ലോസിംഗ് ഒക്കെ നമുക്ക് വോയിസ് കമാൻഡ് വഴി എനേബിൾ ചെയ്യാൻ പറ്റും. കാരണം നമ്മൾ എക്സ്റ്ററിലൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു ഒരു വോയിസ് കമാൻഡ് വഴി. ഓപ്പൺ സൺറൂഫ് എന്ന് പറഞ്ഞിട്ട് സൺറൂഫ് ഓപ്പൺ, അതുപോലെ തന്നെ ക്ലോസ് സൺറൂഫ് എന്ന് പറഞ്ഞിട്ട് ഇത് ക്ലോസ് ചെയ്യും. നമുക്ക് വോയിസ് കമാൻഡ് കാര്യങ്ങളൊക്കെ ഈ ഒരു ഫീച്ചർ നമുക്ക് ഇത് ഈ ഒരു ക്രെറ്റയിൽ അവൈലബിൾ തന്നെയാണ്. ഓപ്പൺ സൺറൂഫ്, നമ്മൾ ഓപ്പൺ സൺറൂഫ് എന്ന് പറഞ്ഞപ്പോൾ തന്നെ ഇതാ ഓപ്പൺ ആയി. ക്ലോസ് സൺറൂഫ്,
നമുക്ക് വോയിസ് കമാൻഡ് വഴിയും ഈ സൺറൂഫിൻ്റെ കൺട്രോളിങ്സും കാര്യങ്ങളൊക്കെ ചെയ്യാൻ പറ്റും. ഓപ്പണിങ് ക്ലോസിങ്ങളൊക്കെ നമുക്ക് തന്നെ ഈ ഒരു വോയിസ് കമാൻഡ് വഴിയും ചെയ്യാൻ പറ്റും. അല്ലെങ്കിൽ നമുക്ക് ഇവിടെ മാനുവലായിട്ടും കൺട്രോൾ ചെയ്യാൻ പറ്റും. അതുപോലെ തന്നെ ഇവിടെ ലൈറ്റും കാര്യങ്ങളൊക്കെ ഉണ്ട്. പിന്നെ ഇവിടെ ഷെയ്ഡ്സ് മിറേഴ്സും കാര്യങ്ങളൊന്നും അവൈലബിൾ അല്ല. ഇവിടെ ഈ ഒരു കോ ഡ്രൈവർ സീറ്റിൽ മിറേഴ്സ് അവൈലബിൾ ആണ്. നമുക്കിതിൻ്റെ റിയറിലേക്ക് വരുമ്പോൾ അത്യാവശ്യം നല്ല സ്പേഷ്യസ് തന്നെയാണ്. ലെഗ് സ്പേസ് ആയാലും അത്യാവശ്യം ഈ ഒരു വിഡ്ത്ത്, ഈ ഒരു 1 ഹാൻഡിൻ്റെ ആ ഒരു വിഡ്ത്ത് നമുക്ക് സുഖസുന്ദരമായിട്ട് ഇരിക്കാനുള്ള ഒരു സ്പേസ് ഉണ്ട്. അതുപോലെ തന്നെ ഹെഡ് സ്പേസ് ആയാലും അത്യാവശ്യം ഒരു 1 ഹാൻഡിൻ്റെ ഒരു സ്പേസ് നമുക്ക് ഇവിടെ അവൈലബിൾ ആണ്. സൺറൂഫ് കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ പോലും ഒരു 1 ഹാൻഡ് സ്പേസ് കാര്യങ്ങളൊക്കെ അവൈലബിൾ ആണ്. പിന്നെ അതുപോലെ തന്നെ ഈ ഒരു ഇവിടെ ലൈറ്റും കാര്യങ്ങളൊക്കെ പ്ലേസ് ചെയ്തിട്ട് ചെറിയൊരു ലൈറ്റ് ഈ ഒരു 2 സൈഡിൽ അവൈലബിൾ ആണ്. പിന്നെ അതുപോലെ തന്നെ സീറ്റ് ആയാലും റിയറിൽ തൈസിന്റെ സപ്പോർട്ട് കുഴപ്പമില്ല, അത്യാവശ്യം നല്ലൊരു സപ്പോർട്ടും കാര്യങ്ങളൊക്കെ ഉണ്ട്. കുറച്ചും കൂടി ഉണ്ടായിരുന്നെങ്കിൽ അത്യാവശ്യം നന്നായിരുന്നു. അത്യാവശ്യം കുഴപ്പമില്ലാത്തൊരു തൈസ് സപ്പോർട്ടും കാര്യങ്ങളൊക്കെ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. പിന്നെ സീറ്റിന്റെ കംഫർട്ടബിൾ കാര്യങ്ങളൊക്കെ അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ കംഫർട്ടബിൾ ആയിട്ടുള്ള സീറ്റ് തന്നെയാണ്. നമുക്ക് ഇതിന്റെ സെന്ററിലേക്ക് നമുക്ക് ഒരു കപ്പ് ഹോൾഡേഴ്സ് കാര്യങ്ങളൊക്കെ ഉള്ള ഒരു ആംറെസ്റ്റ് പ്ലേസ് ചെയ്തിട്ടുണ്ട്. അതും അത്യാവശ്യം നല്ല ഒരു യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു ഫീച്ചർ തന്നെയാണ്. പിന്നെ അതിന്റെ സെന്ററിലേക്ക് നോക്കുകയാണെങ്കിൽ ഇവിടെ ചെറിയൊരു ഫോണും കാര്യങ്ങളൊക്കെ സ്റ്റോർ ചെയ്യാനുള്ള സ്പേസും അതുപോലെ തന്നെ 2 ടൈപ്പ് സിന്റെ ചാർജിങ് സ്ലോട്ട് അവൈലബിൾ ആണ്. അതുപോലെ തന്നെ നമുക്ക് AC വെന്റ്സും പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. AC വെന്റ്സ് കാര്യങ്ങളൊക്കെ കൺട്രോളിങ്സ് കാര്യങ്ങളൊക്കെ ഇവിടെ റിയറിൽ വന്നിട്ടുണ്ട്. റിയറിലേക്ക് വരുമ്പോൾ അത്യാവശ്യം നല്ല കംഫർട്ടബിൾ തന്നെയാണ്. പിന്നെ ഇവിടെ ഒരു അതായത് നമുക്ക് ഹെഡിന്റെ സപ്പോർട്ടിന് വേണ്ടിയിട്ട് ഇവിടെ ഒരു സാധനം വെച്ചിട്ടുണ്ട്. അതും നല്ല രീതിയിൽ തന്നെ പ്ലേസ് ചെയ്തിട്ടുണ്ട്. ഹെഡ് സപ്പോർട്ട് കാര്യങ്ങളൊക്കെ നല്ല രീതിയിൽ തന്നെ കിട്ടുന്നുണ്ട്. നമ്മുടെ പുതിയ ക്രെറ്റയിൽ വന്നിരിക്കുന്നത് മെയിൻ ആയിട്ട് 3 എഞ്ചിൻസ് ആണ്. 1.5 ലിറ്റർ തന്നെയാണ് എല്ലാ എഞ്ചിൻസും വന്നിരിക്കുന്നത്. 1.5 ലിറ്ററിൽ നാച്ചുറൽ ആസ്പിറേറ്റഡ് പെട്രോൾ എഞ്ചിനും 1.5 ലിറ്ററിൽ ഡീസൽ എഞ്ചിനും മൂന്നാമതായി വന്നിരിക്കുന്ന 1.5 ലിറ്ററിലുള്ള ടർബോ എഞ്ചിനാണ്. അങ്ങനെ 3 എഞ്ചിൻസ് ഈ ഒരു പുതിയ ക്രെറ്റയിൽ അവൈലബിൾ ആണ്. പെട്രോൾ എഞ്ചിൻ വരുമ്പോൾ അതിന്റെ പവർ വന്നിരിക്കുന്നത് 115 PS പവർ ആണ് വന്നിരിക്കുന്നത്. അതിന്റെ ടോർക്ക് വന്നിരിക്കുന്നത് 144 ന്യൂട്ടൺ ടോർക്കാണ് വന്നിരിക്കുന്നത്. ഇനി ഡീസൽ എഞ്ചിനിലേക്ക് വരികയാണെങ്കിൽ അതിന്റെ പവർ വന്നിരിക്കുന്നത് 116 PS പവറും അതുപോലെ തന്നെ അതിന്റെ ടോർക്ക് വന്നിരിക്കുന്നത് 250 ന്യൂട്ടൺ ടോർക്കുമാണ്. ഇനി ഇതിന്റെ ടർബോ എഞ്ചിനിലേക്ക് വരികയാണെങ്കിൽ അതിന്റെ പവർ വന്നിരിക്കുന്നത് 160 PS പവറും അതുപോലെ തന്നെ അതിന്റെ ടോർക്ക് വന്നിരിക്കുന്നത് 253 ന്യൂട്ടൺ ടോർക്കാണ് ടർബോ എഞ്ചിനിലേക്ക് വരുമ്പോൾ വരുന്നത്. നമുക്ക് ഇതിന്റെ ഡയമെൻഷൻ നോക്കുകയാണെങ്കിൽ ഇതിന്റെ ഒരു വിഡ്ത്ത് വന്നിരിക്കുന്ന 1790 മില്ലിമീറ്റേഴ്സ് ആണ്. അതുപോലെ തന്നെ നമുക്ക് ഇതിന്റെ ലെങ്ത് നോക്കുകയാണെങ്കിൽ 4330 ആണ് ഇതിന്റെ മില്ലിമീറ്റേഴ്സ് ആണ് ഇതിന്റെ ലെങ്ത് വന്നിരിക്കുന്നത്. ഇതിന്റെ ഒരു ഹൈറ്റ് വന്നിരിക്കുന്നത് 1635 മില്ലിമീറ്റേഴ്സ് ആണ്. അതുപോലെ തന്നെ ഇതിന്റെ വീൽ ബേസ് വന്നിരിക്കുന്നത് 2610 മില്ലിമീറ്റർ ആണ്. ഇതിന്റെ ഫ്യൂൽ ടാങ്ക് വന്നിരിക്കുന്നത് 50 ലിറ്റേഴ്സ് ആണ്. ആൻഡ് ഇതിന്റെ ഗ്രൗണ്ട് ക്ലിയറൻസ് വന്നിരിക്കുന്നത് 190 മില്ലിമീറ്റേഴ്സ് ആണ്. അപ്പോൾ നമ്മളെ ഇന്നത്തെ വീഡിയോ ഒരു വാക്ക് അറൗണ്ട് വീഡിയോ ആയിരുന്നു. കംപ്ലീറ്റ് ഒരു 2024 പുതിയ ഫേസ് ലിഫ്റ്റ് ക്രെറ്റയുടെ ഒരു വാക്ക് അറൗണ്ട് വീഡിയോ ആയിരുന്നു നമ്മൾ ഇന്ന് ചെയ്തിട്ടുണ്ടായിരുന്നത്. ഇനി നമുക്ക് ഇതിന്റെ ടെസ്റ്റ് ഡ്രൈവ് വെഹിക്കിൾസ് ഇപ്പോൾ കറന്റ് ഇവിടെ അവൈലബിൾ അല്ല. അപ്പോൾ ടെസ്റ്റ് ഡ്രൈവ് വെഹിക്കിൾ വന്നിട്ടുണ്ടെങ്കിൽ നമുക്ക് ഇതിന്റെ കംപ്ലീറ്റ് ഒരു പെർഫോമൻസും കാര്യങ്ങളൊക്കെ ഓൺ റോഡിൽ എത്രത്തോളം ഇതിന്റെ പവർഫുൾ ആയിട്ടുള്ള എഞ്ചിനാണ്, ഓൺ റോഡിൽ എത്രത്തോളം പെർഫോം ചെയ്യുന്നുണ്ടെങ്കിലും കാര്യങ്ങളും ഡീറ്റെയിൽ ആയിട്ട് നമുക്ക് നോക്കാം. അത് ഇതിന്റെ അടുത്തൊരു വീഡിയോയിൽ നമുക്ക് ചെയ്യാം. അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഇഷ്ടപ്പെട്ടത് മാക്സിമം ഒന്ന് സപ്പോർട്ട് ചെയ്യാം. അപ്പോൾ നമുക്ക് അടുത്ത ടോപ്പിക് അടുത്ത വീഡിയോയിൽ കാണുന്നതായിരിക്കും. സൈനിങ് ഓഫ്.